മർദ്ദിച്ചിട്ടുണ്ട്. അത് ഇത്രയ്ക്കും ബ്രോഷല്ല, അത് മർദ്ദനം മുഖത്ത് കൈവച്ചു, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. ഗർഭിണിയായിരുന്ന സമയത്താണ്. എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ സാറ് നീ ആരോടെ സംസാരിക്കുന്നത് കേട്ടും കൊണ്ട് അടിച്ചത്, ഒരടി കൊടുത്തത് മോള് താഴത്ത് വീണു, വീണ്ടും അടിച്ചിട്ട് ആ നിലത്തിട്ട് വീണ്ടും അടിച്ചത്. എൻ്റെ മോളെ കാരണം കൊല്ലി എല്ലാം മൊത്തച്ചേ വന്ന് പൊട്ടിയിരിക്കുന്നതെന്നാൽ ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. എന്ത് നടപടി അയാൾക്ക് വേണ്ടെന്ന ശിക്ഷ തന്നെ കൊടുക്കണം. സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയോട് ഈ രൂപത്തിൽ പെരുമാറി എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമാണ്. പോലീസ് കേസ് ചാർജ് ചെയ്ത് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് കൂടി ഇതിനകത്തുണ്ട്. അത് സംബന്ധിച്ച് നമ്മുടെ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കേണ്ടത് ബാർ കൗൺസിലാണ്. അപ്പോൾ ബാർ കൗൺസിലിനും ഗവൺമെൻറ് എന്ന നിലയിൽ നിയമവകുപ്പ് അത് ബാർ കൗൺസിലിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും. ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന്, പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനും നടപടി സ്വീകരിക്കണം എന്ന കാര്യം അവരോട് ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെടുന്നതാണ്. നമസ്കാരം. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ജൂനിയർ അഭിഭാഷകർക്കിടയിലുണ്ടായ തർക്കം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴായിരുന്നു സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ചത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം എന്നാണ് വനിതാ കമ്മീഷന്റെ പ്രതികരണം. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തതോടെ പ്രതിയായ അഭിഭാഷകൻ ഒളിവിലാണ്. ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നു. നീതി വേണം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നിയമവിദഗ്ധൻ, വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ ഷാഹിദ കമാൽ, ബാർ അസോസിയേഷൻ പ്രതിനിധി അഡ്വക്കേറ്റ് അനിത അജി, അഭിഭാഷക TB മിനി എന്നിവർ നമ്മോടൊപ്പം ചേരും. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്കാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അല്ല, എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളപ്പോഴൊന്നും നടപടി ഉണ്ടായിട്ടില്ല. വഞ്ചിയൂർ കോടതിയിൽ നിന്ന് നല്ല വാർത്തകളല്ല നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 6-7 വർഷങ്ങൾക്ക് മുമ്പ് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലൊരു സംഘർഷമുണ്ടായിരുന്നു. അക്കാലത്ത് വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകരുടെ പെരുമാറ്റം വേണമെങ്കിൽ അതിർത്തിയിൽ കൊണ്ടുപോയി മിസൈൽ വിടുന്ന പണി അവരെ ഏൽപ്പിക്കാമായിരുന്നു. അതുപോലെയായിരുന്നു മദ്യക്കുപ്പികളും കല്ലുമൊക്കെ മാധ്യമപ്രവർത്തകരുടെ നേരെ വന്നത്. ഞാൻ അക്കാലത്ത് അനുഭവിച്ച പ്രയാസങ്ങളും ചെറുതൊന്നും വരുന്നില്ല. എനിക്കെതിരെ വഞ്ചിയൂർ കോടതിയിൽ അവർ അപകീർത്തി കേസ് നൽകുകയും എനിക്ക് വേണ്ടി ഒരു അഭിഭാഷകന് ഹാജരാകാൻ പാടില്ല എന്ന് നിശ്ചയിക്കുകയും ചെയ്തതാണ്. അന്ന് ഒരു വനിതാ അഭിഭാഷക എനിക്ക് വേണ്ടി വക്കാലത്തുമായി കോടതിയിൽ ഹാജരായി. അവരെ ബലം പ്രയോഗിച്ച് ആ വക്കാലത്ത് വാങ്ങി കീറിക്കളഞ്ഞവരാണ് അവിടുത്തെ അഭിഭാഷകർ. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ സന്ദർഭങ്ങൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊച്ചി ഉൾപ്പെടെ പലയിടത്തും എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. അഭിഭാഷകർക്ക് ഒരു പരിരക്ഷ അവർ സ്വയം അവകാശപ്പെടുന്നു. അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അപ്പുറത്ത് കടന്നുകൊണ്ട് പലതും ചെയ്യുന്നു. അതൊക്കെ ന്യായീകരിക്കപ്പെടുകയോ നീതീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടുകയോ ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെയും അങ്ങനെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വക്കീലിൻ്റെ ആഫീസിൽ നിന്ന് വക്കീലിനെ പിടിക്കാൻ പോലീസിനെ അനുവദിക്കാതിരുന്ന അഭിഭാഷക സംഘടനയാണ് അവിടെ ഉള്ളത്. ആൾ ചെയ്ത കാര്യം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമായല്ലോ. അപ്പോൾ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒരു വിഭാഗമാണ്. ഏത് നിയമലംഘനവും സാധൂകരിക്കപ്പെടും എന്നവർക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷകരിൽ ചിലർ ഈ രീതിയിലുള്ള പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നത്. താങ്കൾ തുടരുക. ഡോക്ടർ ഷാഹിദ കമാൽ, ഇപ്പോൾ വനിതാ കമ്മീഷന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നതാണ്. ഞെട്ടിക്കുന്ന സംഭവം എന്നുള്ള പ്രതികരണമൊക്കെ വന്നതാണ്. ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, സ്വമേധയാ കേസെടുക്കുന്നുണ്ട്, പോലീസ് അന്വേഷണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ സംഭവവികാസങ്ങളെ കാണുന്നത് ഡോക്ടർ ഷാഹിദ കമാൽ? വളരെ മോശമാണ്. അതാണ് എനിക്ക് ആദ്യത്തെ എന്റെ പ്രതികരണം. കാരണം സാധാരണ ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ട, അല്ലെങ്കിൽ നീതി പ്രതീക്ഷിച്ച് അഭിഭാഷകരുടെ സേവനം തേടുന്ന സാധാരണമാണല്ലോ. ആ അഭിഭാഷകരാണ് ഒരു സഹപ്രവർത്തകയായ വനിതാ അഭിഭാഷകയുടെ മുഖം അടിച്ചു പൊളിച്ചത്. സത്യം പറഞ്ഞാൽ അത് കാണുന്ന ഏതൊരു മനുഷ്യനും ഒരു ഞെട്ടലോടെ മാത്രമേ ആ പെൺകുട്ടിയുടെ ശാമിലിയുടെ മുഖം കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു ഒട്ടും ശരി ഒരു വനിത അവിടെയെല്ലാം നമ്മൾ കാണേണ്ടതെന്നറിയോ? ഈ അഭിഭാഷകനെ സംരക്ഷിക്കാൻ മുൻകൈ എടുത്തത് അവിടുത്തെ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ മുരളീധരൻ അടക്കമുള്ള പുരുഷന്മാരാണ്. അപ്പം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവിടെയാണ് അവർ അഭിഭാഷകയായിക്കൊള്ളട്ടെ, ഏത്
മേഖലയിൽ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, പക്ഷെ അവർക്ക് സ്വതന്ത്രമായി അവരുടെ തൊഴിലിൽ ജോലി ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു അധികാര കേന്ദ്രമായി ഒരു പുരുഷ കേന്ദ്രീകൃത അധികാര വ്യവസ്ഥിതി അതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാർ അസോസിയേഷൻ അതും ഒരു അഡ്വക്കേറ്റിനെ മറ്റൊരു അഡ്വക്കേറ്റ് മർദ്ദിച്ചിട്ടും ആ വനിതാ അഡ്വക്കേറ്റിന് നീതി കൊടുക്കുന്നതിന് പകരം മർദ്ദിച്ച പുരുഷ അഡ്വക്കേറ്റിന് സംരക്ഷണം കൊടുക്കുന്ന ഒരവസ്ഥയാണ് ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. കുറെ നാളുകളായി നമുക്ക് വഞ്ചിയൂരുമായി ബന്ധപ്പെട്ട് ഈ അഭിഭാഷകരെ കുറിച്ച് ഒരു നല്ല വാർത്തയല്ല നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്, സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളെ ബാർ കൗൺസിൽ ഇന്ന് വിശദീകരണം തരുന്നുണ്ട്, ബാർ കൗൺസിൽ പുറത്താക്കുമെന്നൊക്കെയുള്ള വാർത്തയുണ്ട്. ഒരിക്കൽ പോലും ഇനി അദ്ദേഹം ഈ അഭിഭാഷകന്റെ കുപ്പായം ഇട്ടുകൊണ്ട് കോടതിയിൽ കയറാനുള്ള അവസരം ഉണ്ടാകരുത്. അതാണ് വേണ്ടത്. അങ്ങനെ കൃത്യമായി നടപടി സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറ്റക്കാർക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. കാരണം ഒരു സ്ത്രീയുടെ ഏറ്റവും മുഖം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ കണ്ണാടിയാണ്. ആ മുഖം വെച്ചുകൊണ്ടാണ് അത് ഒന്ന് മനസ്സിലാക്കണം. 6 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ അമ്മയാണ്. ആ പിഞ്ചു കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് നോക്കി ഈ വൈകൃതമായ മുഖം കണ്ടുകൊണ്ടാണ് ആ പിഞ്ചു കുഞ്ഞ് പാല് കുടിക്കുന്നത്. അപ്പം ആ മനസ്സിന്റെ കണ്ണാടിയായ മുഖം അത് അടിച്ച് തകർക്കുമ്പോൾ അത് അവിടെ നമ്മുടെ തറ ക്ലീൻ ചെയ്യുന്ന മോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ അഡ്വക്കേറ്റിനെ, സഹപ്രവർത്തക അല്ലെങ്കിൽ ജൂനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റിനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരാള്, ആ ആൾക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിന് നീതി കൊടുക്കാൻ സാധിക്കുക? ഒരു സാധാരണക്കാരനോട് ഒപ്പം നിൽക്കുവാൻ സാധിക്കുക? തീർച്ചയായിട്ടും കർശനമായ നടപടി സ്വീകരിക്കണം. എവിടെ പോയി വിളിച്ചാലും അയാളെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് കേരളീയ സമൂഹം ഒന്നിച്ചു നിൽക്കണം. ഞാൻ എല്ലാ അഭിഭാഷകനെയും കുറ്റം പറയില്ല. കാരണം അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും ഒരുപാട് അഭിഭാഷകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് സപ്പോർട്ടുമായിട്ട് ഒരുപാട് അഭിഭാഷകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ക്രിമിനൽ മനസ്സുള്ള കുറച്ച് അഭിഭാഷകരും അവരെ സംരക്ഷിക്കുന്ന കുറച്ച് അഭിഭാഷകരും അവർ ഈ സമൂഹത്തിനും അതുപോലെ തന്നെ നീതി നിർവഹണ സംവിധാനത്തിനും അപമാനമാണ്. അവരൊന്നും ഇനി ഒരിക്കലും ഈ കോട്ടും ഇട്ടുകൊണ്ട് കോടതി വരാന്തയിൽ കയറാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. എനിക്ക് പറയാനുള്ളത് കോടതി പോലും ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ കേസെടുത്ത് ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. ശ്യാമിലിക്ക് ഈ കേരളം ഒന്നാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. അത്തരത്തിൽ ആ പെൺകുട്ടിയെ എല്ലാവരും പിന്തുണയ്ക്കുകയും ആ പെൺകുട്ടിക്ക് നിർഭയമായി സ്വതന്ത്രമായി അവൾക്ക് കോടതിയിലെത്തുവാനും അവൾക്ക് അവളുടെ ജോലി ചെയ്യാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി അങ്ങേയറ്റം ഹീനമാണ്. അതിൽ ബാർ അസോസിയേഷനെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ബാർ അസോസിയേഷൻ ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് തന്റെ തൊഴിലിടത്തിൽ നിർഭയമായി ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന, അവിടെ സംരക്ഷണം കൊടുക്കേണ്ടടുത്ത് തന്നെയാണ് ആ കുറ്റക്കാരനെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയിലാണ് ബാർ അസോസിയേഷന്റെ നിലപാട്. അപ്പൊ ബാർ അസോസിയേഷനെ പിരിച്ചുവിടേണ്ടതുണ്ട്. കുട്ടിക്ക് അവൾക്ക് കിട്ടേണ്ട, അങ്ങേയറ്റം അവൾക്ക് ലഭിക്കേണ്ട നീതി ലഭ്യമാക്കുന്നതിന് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. അവരെയും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ അവളുടെ കാല് പിടിച്ച് മനസ്സിലാക്കുന്ന, അവളുടെ കാല് പിടിച്ച കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കാതെ ഇത് കേരളീയ സമൂഹത്തിന്റെ മുന്നിലും നീതി നിർവഹണ സംവിധാനത്തിന്റെ മുന്നിലേക്കും കൊണ്ടുവരാനുള്ള വലിയ ഒരു സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ശരി, തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്യാമിൽ നേരത്തെ സംസാരിക്കുകയുണ്ടായി. പോലീസ് അന്വേഷണത്തിൽ അവർക്ക് അതൃപ്തിയില്ല, പോലീസ് ഇക്കാര്യത്തിൽ കർശനമായി ഇടപെടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അന്വേഷണം ആ നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഈ അഭിഭാഷക സംഘടനയുടെ ഇടപെടൽ, അവരുടെ പ്രതികരണങ്ങൾ, അപ്പോൾ ആ നിലയ്ക്കൊരു നടപടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സംഭവങ്ങൾ, വളരെ മ്ലേച്ഛമായ പ്രവൃത്തികൾ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് വഞ്ചിയൂർ മാത്രമല്ല, കൊച്ചിയിൽ മാത്രമല്ല, പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പരാമർശിച്ച അഭിഭാഷക മാധ്യമപ്രവർത്തക സംഘർഷകാലം, അതിന് തുടക്കം എങ്ങനെയായിരുന്നു? തെരുവിൽ ഒരു സ്ത്രീയുടെ കൈക്ക് അനുചിതമായി ഒരു അഭിഭാഷകൻ കയറി പിടിച്ചു. ധനേഷ് മാത്യു എന്നായിരുന്നു അന്ന് പേര് കേട്ടത്. അന്നൊരു കേസും അതിന് പേരിൽ ഉണ്ടായതാണ്, അന്വേഷണം ഉണ്ടായതാണ്, ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായതാണ്. ജസ്റ്റിസ് മുഹമ്മദ് കമ്മീഷൻ്റെ റിപ്പോർട്ട് അതെവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് നടപടി ഉണ്ടായി? ആ പേരിപ്പോൾ കേൾക്കുന്നുണ്ടോ? ആ സംഭവം ഇപ്പോൾ ആരെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യാം, അതിന് നിയമപരമായ പരിരക്ഷയുണ്ട് എന്നൊരു അവസ്ഥ. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ വക്കീലന്മാർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കില്ലായിരുന്നു.
കാരണം അവർ നിയമത്തിൻ്റെ പരിരക്ഷ അവരുടെ ഭാഗത്തായിരിക്കും, അവർക്ക് അനുകൂലമായിരിക്കും എന്നൊരു ധാരണ പൊതുജനങ്ങൾക്കുണ്ട്. അതല്ലേ ഇപ്പോഴും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്യാമിലിക്ക് ഉണ്ടായ ഈ ദുരനുഭവം, അത് വക്കീലല്ല, പുറത്ത് ഒരു കക്ഷിയാണ് ആ വക്കീലിനെ ആക്രമിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കുമായിരുന്നു കേരളത്തിലെ കോലാഹലം? ഇന്ന് കേരളത്തിൽ കോടതികൾ പ്രവർത്തിക്കുമായിരുന്നുവോ? കോടതി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അവർ പോകുമായിരുന്നില്ലേ? ഇവിടെ സീനിയർ എന്ന് പറഞ്ഞാൽ അത് മറ്റു ഒരു പ്രൊഫഷനിലും ഇല്ലാത്തതുപോലെ ലീഗൽ പ്രൊഫഷൻ്റെ പ്രത്യേകത അതാണ്. സീനിയർ എന്ന് പറഞ്ഞാൽ ഒരു ജൂനിയറിനെ സംബന്ധിച്ച് പിതൃതുല്യനാണ്. ജൂനിയറുടെ ഒരു റോൾ മോഡലാണ്, മാതൃകയാക്കുന്ന ഉത്തമ പുരുഷനാണ്. അയാളാണ് ഈ മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഇനി അയാൾ ആ കോട്ട് വിട്ട് കോടതിയിൽ ഹാജരാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഞാൻ വേറെ പോലീസിനെ ഞാനിപ്പോൾ വിമർശിക്കുന്നില്ല. എവിടെ പോയി ഒളിച്ചാലും ഈ ദാസനെയൊക്കെ പിടിക്കുന്നതിനുള്ള പ്രാപ്തി നമ്മുടെ പോലീസിനുണ്ട്. പോലീസ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മന്ത്രി തന്നെ ഇടപെട്ട് പരാമർശം നടത്തിയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. പക്ഷെ നമ്മുടെ അഭിഭാഷകരുടെ ഈ സീനിയർ എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ അഭിഭാഷകരുടെ അവരുടെ നിലവാരം എന്താണ്? അവരുടെ ധാർമ്മിക നിലവാരം എന്താണ്? അവരുടെ നീതിബോധം എന്താണ്? മുല കൊടുക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മ കഴിഞ്ഞ 3-4 വർഷമായി ആ ഓഫീസിൽ അയാളുടെ ജൂനിയറായി പ്രവർത്തിക്കുന്നയാളാണ്. ആ സ്ത്രീയോട്, ആ പെൺകുട്ടിയോട്, എനിക്ക് അങ്ങനെ പറയാമല്ലോ, ആ പെൺകുട്ടിയോട് ഈ രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. അപ്പോൾ ഈ മ്ലേച്ഛത എന്നത് അഭിഭാഷക സമൂഹത്തിൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. അവിടെയാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഈ LLB ബിരുദവുമായി വന്ന് ബാർ കൗൺസിൽ വഴി എൻറോൾമെൻറ്റ് നടത്തി കോടതിയിലെത്തുന്ന അഭിഭാഷകരിൽ പകുതിയും, ഞാൻ പറയുന്നതല്ല, സുപ്രീം കോടതി പറഞ്ഞതാണ്, പകുതിയും വ്യാജ ബിരുദമുള്ളവരാണ്. ഇവരുടെയൊക്കെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവരെങ്ങനെ ഇവിടെ എത്തിയെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ അന്വേഷണം നടത്തേണ്ടത് ബാർ കൗൺസിലാണ്. ബാർ കൗൺസിലിന് വളരെ വിപുലമായ അധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ഈ ബാർ കൗൺസിൽ എന്ന് പറയുന്നത്. ആ ബാർ കൗൺസിലിന് ഈ വക കാര്യങ്ങളിൽ എത്ര പേർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യമുണ്ട്. ഒരാളുടെ പേരിലും ഉണ്ടായിട്ടില്ല. കക്ഷികളെ പറ്റിക്കുന്നു, കക്ഷികളുടെ പണം അപഹരിക്കുന്നു, കക്ഷികളോട് മോശമായി പെരുമാറുന്നു, കൊട്ടേഷൻ സംഘത്തിൽ അകപ്പെടുന്നു, പ്രവർത്തിക്കുന്നു. ഈ ബാർ കൗൺസിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് അങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. അവർക്കറിയാം, ഈ അഭിഭാഷകർക്ക്, തെറ്റ് ചെയ്യുന്നവർക്കറിയാം തങ്ങൾ പരിരക്ഷിക്കപ്പെടും എന്നുള്ളത്. ഈ കേസിലും ബെയ്ലൻ ദാസിൻ്റെ കേസും അങ്ങനെ അവസാനിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തുടരുക. താങ്കൾ അഡ്വക്കേറ്റ് അനിതാജി, ബാർ അസോസിയേഷന്റെ പ്രതിനിധിയാണ്. അഡ്വക്കേറ്റ് അനിതാജി, ഇപ്പോൾ അവിടെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പോലീസ് എത്തിയപ്പോൾ ഈ അഭിഭാഷകന് കടന്നു കളയാൻ അവസരമൊരുക്കിയത് ഈ അഭിഭാഷക കൂട്ടായ്മയാണ് എന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അത്തരത്തിലൊരു സമീപനം ഉണ്ടായ അഡ്വക്കേറ്റ് അനിതാജി? ഈ പറയുന്നത് വളരെയധികം അടിസ്ഥാന വിരുദ്ധമായ ഒരു കാര്യമാണ്. പോലീസിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ ആരും തന്നെ പോലീസിനോട് ബെയ്ലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് വെറും ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം മാത്രമാണ്. പിന്നീട് എനിക്ക് ഈ സംഭവത്തിൽ വളരെയധികം വിഷമമുണ്ട്. എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു അനിയത്തിക്കാണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അതിനു മുമ്പായിട്ട് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതിനോട് എനിക്ക് ഒരു മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാർ, മറ്റ് ഏത് തൊഴിലിനെയും പോലെ തന്നെ മാന്യമായ ജോലിയാണ് അഭിഭാഷക വൃത്തി. അതിനകത്ത് എല്ലാ മേഖലകളിലും കൊട്ടേഷൻ സംഘങ്ങളും ഗുണ്ടകളും ഒക്കെ ഉണ്ടാകും. അഭിഭാഷക വൃത്തിയിലുള്ളവർ മാത്രമല്ല ഈ പറയുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. രണ്ടാമത്, അദ്ദേഹം നേരത്തെ പറയുണ്ടായി വക്കീലന്മാർക്ക് റെന്റിന് കൊടുക്കില്ല, വീട് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത്. ഇത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ വക്കീലന്മാർ അവർക്ക് വേണ്ടിയിട്ടല്ല കോടതിയിൽ ഹാജരാകുന്നത്, വേറൊരാളിന്റെ നീതി നടപ്പാക്കുന്നതിലേക്കും ഒരാൾക്ക് വേണ്ടുന്ന ജസ്റ്റിസും അതിനോടൊപ്പം തന്നെ അയാൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പൊരുതുന്നവരാണ് അഭിഭാഷക സമൂഹം. ഒരിക്കലും ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ സഹോദരി, ആ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്ന് ബാർ അസോസിയേഷനിൽ അറിയിപ്പ് ലഭിച്ചപ്പോൾ, ഈ സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവരും പല കോടതികളിലായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ബാർ അസോസിയേഷൻ ഭാരവാഹികളിൽ അന്നേരം അവൈലബിൾ ആയിട്ടുള്ളവര് ഈ പറയുന്ന വക്കീൽ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആ സ്ഥലത്ത് ഹാജരായി. ഒരിക്കലും ബാർ അസോസിയേഷനിലെ ഒരു ഭാരവാഹിയും ബെയ്ലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടില്ല.
പോലീസിന് അങ്ങനെ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. ഇപ്പോഴും നമ്മളെല്ലാവരും ഈ സംഭവം നടന്ന ഇന്നലെ മുതൽ ബാർ അസോസിയേഷൻ ഉൾപ്പെടെ, ബാർ അസോസിയേഷനും നമ്മുടെ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിലെ എല്ലാ അഡ്വക്കേറ്റ്സും ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും അതിനു വേണ്ടുന്ന വൈദ്യസഹായം ചെയ്യുന്നതിലും അതിനോടൊപ്പം തന്നെ നിയമ നടപടികൾ എന്തൊക്കെയാണോ അതിന് വേണ്ടുന്ന സഹായങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ബാർ കൗൺസിൽ ഈ സംഭവം നടന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ പറയുന്ന ആരോപണ വിധേയനായ വ്യക്തിയെ നമ്മുടെ ബാർ അസോസിയേഷന്റെ അംഗത്വത്തിൽ നിന്നും നമ്മൾ റദ്ദാക്കി, അതിനകത്ത് നിന്ന് നമ്മൾ സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് പിന്നെ ബാർ കൗൺസിലിലേക്ക് കൊടുത്ത നടപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബാർ കൗൺസിലിൽ അറിയിപ്പ് ലഭിച്ച കൊടുത്തതിന് ശേഷം അവിടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് കൂടി ഇപ്പം തൽക്കാലത്തേക്കിന് 6 മാസത്തേക്കിന് ഈ പറയുന്ന ബെയിലിൻ ദാസിനെ കോടതിയിൽ കയറിയിരിക്കുന്നതിനെ വിലക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എവിടെയാണ് ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ ബെയിലിൻ ദാസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് സംഭവം നടന്നാലും അതിന് അതിൻ്റെതായ കുറച്ച് സമയമെടുക്കും എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനിയും ഈ പറയുന്ന കുട്ടി, നമുക്ക് ഈ അപകടം സംഭവിച്ച കുട്ടി, അവളോടൊപ്പം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും നിൽക്കുന്നത്. അതിനകത്ത് നേരത്തെ മാഡം സംസാരിച്ചതുപോലെ ബാർ അസോസിയേഷൻ പിരിച്ചുവിടാനോ അതൊന്നും അല്ല ഇപ്പൊ നടക്കേണ്ടത്. നമ്മൾ എന്താണോ ബാർ അസോസിയേഷൻ ആ കുട്ടിയോടൊപ്പം നിന്ന് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ബെയിലിൻ ദാസിനെ ബാർ അസോസിയേഷനോ ബാർ അസോസിയേഷനിൽ നമ്മുടെ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിൽ പെട്ട ഒരു മെമ്പറോ ബെയിലിൻ ദാസിനെ പ്രൊട്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ കുറെ ആരോപണങ്ങളാണ്. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ബെയിലിൻ ദാസ് അത്ര വലിയ ഒരു സീനിയർ അല്ല. 2014 എൻറോൾ ചെയ്ത ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം ഈ മാധ്യമങ്ങളാണ് ഇപ്പൊ അദ്ദേഹത്തിനെ വളരെ വലിയ ഒരു സീനിയർ ആക്കിയത്. ഒരുപാട് ബഹുമാന്യരായ സീനിയറും ജൂനിയർ അഭിഭാഷകരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോടതിയാണ് നമ്മുടെ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനും വഞ്ചൂർ കോടതി. അവിടെ ഈ പറയുന്ന ബെയിലിൻ ദാസ് ഒരുപാട് സീനിയർ ഒന്നും അല്ല. ഇപ്പൊ മാധ്യമങ്ങളെല്ലാം കൂടെ സംസാരിച്ച് അദ്ദേഹത്തിനെ ഇപ്പൊ ഈ ചർച്ചയിലും ചാനലുകളിലും അല്ലെങ്കിൽ എല്ലായിടത്തും വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീനിയർ അഭിഭാഷകൻ. അഡ്വക്കേറ്റ് അനിതാജി, അത് അങ്ങനെയല്ല അഡ്വക്കേറ്റ് അനിതാജി. ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ശ്യാമിലി അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ. അപ്പോൾ ആ ഒരു ജൂനിയർ സീനിയർ ബന്ധമുണ്ടല്ലോ, അതിനെയാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ല, ഞാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പ്രാക്ടീസും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും സമൂഹത്തിനോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ ബെയിലിൻ ദാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഒഫീഷ്യൽസിന്റെ ഇടയ്ക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം ഒരു ബാർ അസോസിയേഷൻ ഭാരവാഹികളും ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു തെറ്റായ പ്രചരണമാണ്. പോലീസ് വന്ന സമയത്ത് ബാക്കി നടപടികൾ അവർ പൂർത്തിയാക്കുന്നുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൽ ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ മൊഴി രേഖപ്പെടുത്താനും എല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ മുറയ്ക്ക് തന്നെ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ചെയ്യേണ്ടതായ നടപടികൾ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് അനിതാജി, ഇപ്പോൾ ഒരു സസ്പെൻഷൻ ആണല്ലോ, അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ അഭിഭാഷക കൂട്ടായ്മ എന്ന് പറയുന്നു. എന്ത് നടപടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കേണ്ടത്? ഈ ബാർ അസോസിയേഷന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് അഭിപ്രായം അതിൽ? അത് ഇമീഡിയറ്റ് ആയിട്ടുള്ള ബാർ അസോസിയേഷന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു ബൈലോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനകത്ത് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് ഇപ്പം നമ്മുടെ ആ കുട്ടി ശ്യാമിലി നമുക്കിപ്പം പരാതി റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് നമുക്ക് എഴുതി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. കാരണം ഇന്നലെ അത് റിട്ടേൺ കംപ്ലൈന്റ് ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെയാണ് നമ്മൾ ആക്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പം ആ കംപ്ലൈന്റിന്റെ പുറത്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഉടനടി തന്നെ ചെയ്യുന്നതാവും. അതിനോടൊപ്പം തന്നെയാണ് ബാർ കൗൺസിലേക്ക് നമ്മൾക്ക് പറയാനുള്ളതും. ബാർ കൗൺസിലിന്റെ പ്രതിനിധികൾ നമ്മളുടെ ബാറിൽ തന്നെയുണ്ട്. നമ്മുടെ പ്രസിഡന്റും വേറെ ആനിയറ ഷൈസാർ, ഇങ്ങനെ പലരും അതിന്റെ ബാർ കൗൺസിൽ പ്രതിനിധികൾ നമ്മുടെ ബാറിൽ നിന്ന് തന്നെയുണ്ട്, സന്തോഷ് സാർ. അപ്പം ഇവരെല്ലാവരും ഈ പറയേണ്ട കാര്യങ്ങളൊക്കെ അവിടെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഓൺലൈൻ മീറ്റിംഗ് ഇമീഡിയറ്റ് ആയിട്ട് കൂടി ഈ പറയുന്ന ബെയിലിൻ ദാസിനെ 6 മാസത്തേക്കിന് ബാർ കൗൺസിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബാർ അസോസിയേഷൻ അല്ല, ബാർ കൗൺസിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികൾ ഇതിന് പിന്നാലെ ഉണ്ടാവും. ഇപ്പം പിന്നീട് ഒരു ക്രൈം നടന്നാൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അതെന്താണോ അയാളെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ ഓൾറെഡി ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ബാക്കി അന്വേഷണങ്ങളും അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ശ്യാമിലിക്ക് വേണ്ട മോറൽ സപ്പോർട്ട് എന്തൊക്കെയാണോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ലേഡി അഡ്വക്കേറ്റ്സിന്റെ ഭാഗത്തുനിന്നായാലും ഹോൾ ബാർ അസോസിയേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. താങ്കൾ തുടരുക. ഡോക്ടർ ഷാഹിദ കമാൽ, അത് ആത്മാർത്ഥതയോടെയുള്ള ഒരു സമീപനമാണ്, താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ ഡോക്ടർ ഷാഹിദ കമാൽ? തീർച്ചയായിട്ടും ഞാൻ അതിനെ അവിശ്വസിക്കുന്നില്ല. കാരണം അഡ്വക്കേറ്റ് അനിത ഒരു സ്ത്രീ അഡ്വക്കേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
എല്ലാ അഡ്വക്കേറ്റ്സുമാരും കുറ്റാരോപിതരാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത് അഡ്വക്കേറ്റ് അനിത മനസ്സിലാക്കേണ്ടത്, ഇത് ഞങ്ങളാരും വന്നിരുന്ന ചാനലിൽ വന്നിരുന്ന് പറയുന്നതല്ല. അഡ്വക്കേറ്റ് ഷാമിനിയും ഷാമിനിയുടെ അമ്മയും അടങ്ങുന്ന കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ കോട്ട് ചെയ്തത്. കാരണം ഈ സംഭവ സമയത്ത് ഞങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ വ്യക്തിമായിട്ടുള്ള അഡ്വക്കേറ്റ് ഷാമിനിയും ഷാമിനി പറഞ്ഞിട്ടുള്ള ഷാമിനിയുടെ അമ്മയുടെ അറിവും വെച്ച് അവർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. അതായത് ഈ സംഭവം നടക്കുമ്പോൾ സഹപ്രവർത്തകരായിട്ടുള്ള അഡ്വക്കേറ്റുമാർ നോക്കി നിന്നിരുന്നു. അവരാരും തന്നെ തടസ്സം പിടിച്ചിരുന്നില്ല, അവരാരും തന്നെ അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. 2, പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് മുരളീധരൻ പറഞ്ഞത് എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ, എഫ്ഐആർ ഇട്ടെങ്കിൽ മാത്രമേ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മടങ്ങിയത്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിന്നിരുന്ന ആളുകളും അവരുടെ കുടുംബവും പറഞ്ഞതിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയതും ഞങ്ങൾ ഇവിടെ ആവർത്തിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ട് ഒരു വിക്ടിമിന്റെ കുടുംബവും പറയുന്ന കാര്യങ്ങളോട് യോജിച്ച് നിൽക്കാൻ മാത്രമേ എനിക്കും അഡ്വക്കേറ്റ് അനിതയ്ക്കും സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് അനിത വളരെ പോസിറ്റീവായിട്ട് ഒരു വനിതാ വക്കീൽ എന്ന നിലയിൽ അഡ്വക്കേറ്റ് ഷാമിലിയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞതിന് 100% ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു പുരുഷനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ്, ഒരു വനിതയായിട്ടുള്ള അഡ്വക്കേറ്റ്, അവിടെയാണ് രണ്ടുപേരും ഒരേ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരാണ്, രണ്ടുപേരും അഡ്വക്കേറ്റ് ആണ്. അവിടെ ഈ പറയുന്ന ബെയിലിൻ ദാസിനെ ഒന്നും ആരും അത്ര അങ്ങ് പുണ്യവാളനാക്കിയല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കീഴിൽ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഷാമിലി എന്ന് പറയുന്ന ഒരു വനിതാ അഡ്വക്കേറ്റ്, അവർക്ക് പരിപൂർണമായ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആ സീനിയർ അഡ്വക്കേറ്റിനുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളൊരു സീനിയർ അഡ്വക്കേറ്റ് ജൂനിയർ അഡ്വക്കേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പും വരുത്തേണ്ട ആ വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യാൻ ചെന്ന ഒരു വനിത, അതും ആ വനിത ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞതിന് ശേഷം അവരെ തിരിച്ചു വിളിച്ചു. ഞാൻ അവരുടെ അമ്മയുടെ വാക്കുകളാണ് കോട്ട് ചെയ്യുന്നത്. ഇത് അഡ്വക്കേറ്റ് ഷാമിലി വരണം, അവർക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അവരാണ് കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് അവർ തിരിച്ചു വരണം എന്ന് നിർബന്ധമായി വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്, ഇതിനു മുമ്പും അവിടെ നിന്ന പല പെൺകുട്ടികളും 1, 2, 3 മാസം മാത്രം നിന്നിട്ട് പോയി. ഇതും അഡ്വക്കേറ്റ് എന്താ, ഞാൻ എനിക്ക് ഒരു എന്താ ആധികാരികമായിട്ടുള്ള വിവരമല്ല, അവരുടെ അമ്മയിൽ നിന്ന് കേട്ട വാക്കുകളുടെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അവിടെ 2, 3 മാസം മാത്രമാണ് പല പെൺകുട്ടികളും അവിടെ ജോലി ചെയ്തിട്ടുള്ളത്. ആ പല പെൺകുട്ടികളെയും പലതരത്തിലും ഉപദ്രവിച്ചിട്ടാണ് പുറത്തു പോയിട്ടുള്ളത്. അതുകൂടി അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ജൂനിയർ ആയിട്ടുള്ള പെൺകുട്ടികൾ 1, 2, 3 മാസം കഴിയുമ്പോൾ സീനിയർ അഡ്വക്കേറ്റിന്റെ അടുത്ത് നിന്ന് പോകുന്നത്? അതൊക്കെ നമ്മൾ അപ്പം ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അപ്പം ഈ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ഇദ്ദേഹം ജൂനിയർ അഡ്വക്കേറ്റുമാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, വനിതാ അഡ്വക്കേറ്റുമാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാർ അസോസിയേഷൻ ആണ് ആദ്യം നടപടി എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, ഇന്നലെ തന്നെ ബാർ അസോസിയേഷൻ അയാളെ സസ്പെൻഡ് ചെയ്യണമായിരുന്നു, ഇന്നത്തേക്ക് നീക്കി വെക്കായിരുന്നു. കാരണം ഒരേ പ്രൊഫഷനിലുള്ള 2 പേർ, ഒരു ജൂനിയർ ആയിട്ട് ചെന്ന ഒരു വനിതയ്ക്കെതിരെ ഇത്തരം, അവരുടെ മുഖം കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അവരെ ഒരു പരിചയമില്ലാത്ത നമുക്ക് പോലും കേരളം തന്നെ ഞെട്ടി, അവരുടെ ആ മുഖം കണ്ടാൽ കേരളം അത്തരത്തിൽ അവരുടെ മുഖം, ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിന്റെ കണ്ണാടിയായ മുഖം അടിച്ച് തകർത്തിരിക്കുകയാണ്. അത് കാണുന്ന ഒരു മനുഷ്യനും അത് സഹിക്കാൻ കഴിയില്ല. ആ സ്പോട്ടില് ആ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ബാർ അസോസിയേഷൻ ഏറ്റെടുത്തിരുന്നെങ്കിൽ എത്ര അഭിനന്ദനാർഹമായ കമന്റ്സുകളായിരുന്നു, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ആയിരുന്നു ഇന്ന് ബാർ അസോസിയേഷന് കിട്ടേണ്ടിയിരുന്നത്. ബാർ അസോസിയേഷന് വിമർശിക്കപ്പെടുന്നെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചു എന്നുള്ളത് അഡ്വക്കേറ്റ് ഷാമിലിയുടെയും കുടുംബത്തിന്റെയും വാക്കുകളിൽ നിന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്. നമ്മളാരും ഈ സംഭവം നടക്കുന്നില്ല. ശരി, വ്യക്തമാണ് ഡോക്ടർ. അതെ, ഡോക്ടർ ഷാഹിദ കമൽ, അഭിപ്രായം വ്യക്തമാണ്. അതിഥികൾ ദയവായി തുടരുക. അഡ്വക്കേറ്റ് അനിതാജി, താങ്കളിലേക്ക് എത്താം. താങ്കൾക്ക് സമയം തരാം അതിനുള്ള മറുപടി പറയാൻ. ഇപ്പോൾ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് എത്താം. ഇടവേളയിലേക്ക്.
തിരുവനന്തപുരത്ത് അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവം പോലീസ് ഇപ്പോൾ അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിൽ ഒരു പരാതിയുമില്ല എന്ന് അഡ്വക്കേറ്റ് ശ്യാമലി പറയുന്നു. പക്ഷേ പ്രതിയായ അഭിഭാഷകൻ ഇപ്പോഴും ഒളിവിലാണ്. മുൻ MLA ഒപ്പം കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ES ബിജുമോൾ നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീമതി ES ബിജുമോൾ, ഈ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? ശ്രീമതി ES ബിജുമോൾ. ഒന്ന്, ഈ സംഭവത്തിൽ വളരെ കർശനമായിട്ടുള്ള ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കണം. ഒരു വിട്ടുവീഴ്ചയും പ്രതിയോട് ഉണ്ടാകരുത്. പ്രതി എന്നുള്ള നിലയിൽ തന്നെ ഈ അഭിഭാഷകനെ കൈകാര്യം ചെയ്യണം. ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഒരു തൊഴിലിടത്തിൽ വെച്ച് ഒരു അഭിഭാഷകയ്ക്ക് ഇത്തരം ഒരു എന്താ പറയാ ഒരു കൊടിയ പീഡനം ഉണ്ടായി എന്ന് പറയുന്നത്, ഒരു ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇവിടെ അനിത വിശദീകരിച്ച കാര്യങ്ങളൊക്കെ കേട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ നമ്മൾ ഇന്നലെ മുതൽ വാർത്താ ചാനലുകൾ പ്രേഷണം ചെയ്യുന്നത് മുഴുവൻ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യുന്നതിനെ തടഞ്ഞു എന്ന് തന്നെയാണ് അമ്മയും ബന്ധുക്കളും ഒക്കെ പറഞ്ഞത്. അവരവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിനെ തടഞ്ഞു, പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചു. ഈ പെൺകുട്ടി ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ സഹപ്രവർത്തകര് നോക്കി നിന്നു, സഹായിച്ചില്ല. പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടി അവര് സഹായിച്ചു. അങ്ങനെ അവർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സഹായിച്ച ആളുകളുടെ പേരിലും നടപടി ഉണ്ടാകണം. ഭർത്താവിനെയും സഹോദരനെയും ഒക്കെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് മറ്റു ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇന്നലെ വരുന്നുണ്ടായിരുന്നു. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ നടപടികൾ. ഇത് കേരളമല്ലേ? സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി സ്ത്രീകള് എത്രയോ മുൻപന്തിയിലേക്ക്, വക്കീലന്മാരായിട്ട് അഡ്വക്കേറ്റ്സ് ആക്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആ രംഗത്തേക്ക് സ്ത്രീകൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്ന് പറയുന്ന ഒരുതരം ഭീഷണിയൊക്കെ ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സംഭവത്തെ ലഘുവായി കാണരുത്. സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞൊരു വിഷയമുണ്ട്. ഇതൊരു സംഭവമൊന്നുമല്ല, ഒട്ടനവധി സംഭവങ്ങൾ, നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സംഭവമായിരിക്കും പുറത്തു വരുന്നത്. ഇത് പറഞ്ഞല്ലോ, അമ്മയുടെ ചർച്ച രാവിലെ ഞാൻ 24 കേട്ടിരുന്നു. അവർ പറയുന്നുണ്ട് ഇതിനു മുമ്പും ഇയാൾ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. ഇത് ചെറുതായിരിക്കും, ഇത്രയും വലിയ പരിക്ക് പറ്റി എന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ ഇതിനു മുമ്പും ഈ കുട്ടിയുടെ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് പലർക്കും ഇത്തരം മോശം പെരുമാറ്റം ഇയാളിൽ നിന്ന് അവിടെ ഉണ്ടായതായിട്ട് വേണം ഈ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഒരു സമഗ്ര അന്വേഷണം വേണം. വക്കീലായി ഇദ്ദേഹത്തിന് ഇനി തുടർന്ന് പോകാനുള്ള അനുമതി ഒരു കാരണവശാലും ഉണ്ടാകരുത്. കാരണം ഇത്തരം മോശം പെരുമാറ്റമുള്ള ആളുകൾ എന്തൊക്കെ നിലപാടുകളായിരിക്കും സ്വീകരിക്കുക? കക്ഷിയോട് മാത്രമല്ലല്ലോ, സ്വന്തം ജീവിതത്തിലും പൊതു സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഇവരുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് ഇടപെടണം. കേരള പോലീസാണ് ഒരു വക്കീലിനെ ഒന്ന് കണ്ടെത്തി പിടിക്കണമെന്നോ അറസ്റ്റ് ചെയ്യണമെന്നോ എന്ന് വിചാരിച്ചാൽ അവർക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും മന്ത്രി അവിടെ എത്തി, ശ്യാമിലിയെ കണ്ടു എന്നുള്ളതൊക്കെ ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഗവൺമെന്റിന്റെ ഒരു പൂർണ്ണ പിന്തുണ ഈ ജൂനിയർ ആയിട്ടുള്ള മർദ്ദനമേറ്റ അഭിഭാഷകയ്ക്ക് ഉണ്ടായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഗവൺമെന്റിന്റെ കർശനമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. പോലീസ് ഇന്നലെ അവിടെ പോയി നിന്നിട്ട് ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചതിന് ശേഷം പോലീസ് പറയുന്ന ന്യായങ്ങളോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് അവരുടെ എഫിഷ്യൻസി കാണിക്കണം. കേരള പോലീസാണ്, ഉള്ള പേര് കളയരുത്. അവരുടെ ഒരു പേരുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് കേരള പോലീസ് അവരുടെ ആ ഒരു എഫിഷ്യൻസി കാണിക്കണം. പ്രതിയെ മാതൃകാപരമായിട്ട് അറസ്റ്റ് ചെയ്യണം. മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് മാറി നിന്നിട്ട് അയ്യോ പ്രതിയെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്ന രൂപത്തില് കൈ കഴുകി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത്. ഇക്കാര്യത്തിലൊക്കെ ഗവൺമെന്റിന്റെ ഒരു കർശനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. സിനിമാ രംഗത്ത് എന്നതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വരുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ധാരാളം സംഭവങ്ങൾ ഈ ജൂനിയറായി എത്തുന്ന അഭിഭാഷകന്മാർക്ക് ഉണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ സമഗ്രമായിട്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ആളുകൾക്ക് തുറന്നു പറയാൻ ഒരു അവസരം ഉണ്ടാകണം. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാൻ പലപ്പോഴും ഇപ്പൊക്കെ ആളുകൾക്ക് വക്കീലന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പറയാൻ പേടിയാണ്. ആ ഒരു ഭയം മാറ്റി അവർക്ക് പറയാനുള്ള അവസരം ഉണ്ടായാൽ ഈ രംഗത്തെ ചൂഷണം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയത്. ഞങ്ങളൊന്ന് ടെലിഫോണിൽ തുടരുകയാണെങ്കിൽ അഡ്വക്കേറ്റ് അനിത അജി,
താങ്കൾ നേരത്തെ ഉന്നയിച്ച വിമർശനവുമായി ബന്ധപ്പെട്ട മറുപടി നൽകും. അങ്ങനെ ബാർ അസോസിയേഷന്റെ ഭാഗത്തുനിന്നൊരു ജാഗ്രതക്കുറവ് ഉണ്ടായി എന്നുള്ള വിമർശനം ശ്രീമതി ES വിജിമോൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അഡ്വക്കേറ്റ് അനിതാജി. താങ്കൾ നേരത്തെ മറുപടി പറഞ്ഞതാണെങ്കിലും. അതെ എനിക്കതിനകത്ത് പറയാനുള്ള, നേരത്തെ ഷാഹിദ മാഡം പറഞ്ഞിരുന്നു, നമ്മൾ ബേലിൻഡേഴ്സിനെ സസ്പെൻഡ് ചെയ്തത് ഇന്നല്ല, ഇന്ന് ബാർ കൗൺസിലാണ് അദ്ദേഹത്തിനെ 6 മാസത്തേക്കിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാർ അസോസിയേഷൻ, ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ, ഞാൻ വൈസ് പ്രസിഡന്റ് ആണ്, അതുപോലെ പ്രസിഡന്റ്, സെക്രട്ടറി, ബാക്കി വരുന്ന 11 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. നമ്മൾ അപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു പരാതിയോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ബേലിൻഡേഴ്സിനെ ഞങ്ങളുടെ ബാർ അസോസിയേഷന്റെ അംഗത്വത്തിൽ നിന്ന് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. അത് ഇന്നലെ തന്നെ, ഇന്ന് ബാർ കൗൺസിലാണ്. അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്താണ്. രണ്ടാമത് മാഡം നേരത്തെ സംസാരിച്ചതുപോലെ 1-2 കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ. ബാർ അസോസിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബാറിലെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ്. എപ്പോഴും ഞാനിപ്പം ഈ പറയുന്ന ഈ വർഷം 2025 ഞാൻ ബാർ അസോസിയേഷൻ ഭാരവാഹിയായിട്ട് വൈസ് പ്രസിഡന്റായിട്ട് ഈ വർഷമാണ് ഞാൻ സ്ഥാനം എടുക്കുന്നത്. നമുക്ക് അവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പരാതികളും, വക്കീലന്മാരുടെ ഇടയിലുള്ള പരാതികളും അത് അതിനോടൊപ്പം തന്നെ വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഷാഹിദ മാഡം പറഞ്ഞു, നേരത്തെ മാഡം പറഞ്ഞു, ഈ പറയുന്ന പെൺകുട്ടി നമ്മൾക്ക് ഈ ബേലിൻഡാസിനെതിരെ ഒരു പരാതിയും ബാർ അസോസിയേഷനിൽ ഇതുവരെ നൽകിയിട്ടില്ല. ഇതിനു മുമ്പ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ആ കുട്ടി അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് നേരിട്ടുണ്ടെന്നോ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ബേലിൻഡാസും അവിടുത്തെ ജൂനിയേഴ്സും ടൈപ്പിസ്റ്റും ഇങ്ങനെയുള്ളവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് അഡ്വക്കേറ്റ്സ് നോക്കി നിൽക്കെ ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഒരു അഡ്വക്കേറ്റ്സും ഈ പറയുന്ന കുട്ടിയെ അടിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ സംഭവം നടന്ന് നമ്മളെ വിളിച്ചു പറയുന്നതിന് അനുസരിച്ചിട്ടാണ് ബാർ അസോസിയേഷൻ ഭാരവാഹികളും മറ്റ് അഡ്വക്കേറ്റ്സും അതിന്റെ വീട്ടിലുള്ളവരും എല്ലാവരും വരുന്നത്. അതിനുശേഷമാണ്. അല്ലാതെ ഈ സംഭവം നടക്കുമ്പം ആരുടെയും മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല. അത് വെറുതെ വീണ്ടും എന്തൊക്കെയോ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുകയാണെന്നേ പറഞ്ഞുള്ളൂ. കാരണം അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരാരുമല്ല നമ്മൾ. ഒരാളെ, ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ട് നോക്കി നിന്ന് തടയാതിരിക്കുന്ന ആരും അവിടെ ഉണ്ട്. അഡ്വക്കേറ്റ്സ് എന്ന് വേണ്ടല്ലോ, ആരായാലും അതിനെ ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. സംഭവം നടന്നു കഴിഞ്ഞ് അറിയിപ്പ് ലഭിച്ചതിന് ശേഷമാണ് എല്ലാവരും അവിടെ എത്തിച്ചേർന്നത്. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവം നടന്നില്ല. ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ കാര്യം ഞാൻ രാവിലെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല, അതെന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ബാർ അസോസിയേഷനിൽ നിന്നോ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിൽ നിന്നോ മറ്റുള്ള അഡ്വക്കേറ്റ്സോ ആരും തന്നെ ബേലിൻഡാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പോലീസ് അതിന്റെ അന്വേഷണം കൃത്യമായി നടത്തുന്നുണ്ട്. അതിൽ ആ കുട്ടിക്ക് ഒരു പരാതിയില്ല. മാത്രമല്ല, പോലീസ് വന്നപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് ബാർ അസോസിയേഷനിലെ ഒരു ഭാരവാഹികളും പറഞ്ഞിട്ടില്ല. ഇതാണ് അവിടെ നടന്ന സംഭവം. ശരി, ശ്രീമതി ES ബിജിമോളെ മുൻ MLA താങ്കൾ ടെലിഫോണിൽ ഉണ്ടെങ്കിൽ ആ മറുപടി തൃപ്തികരമാണെന്ന് താങ്കൾ അത് തൃപ്തികരമായി കരുതുന്നുണ്ടോ? ഇല്ല, അനിത പറയുന്ന കാര്യത്തെ നമ്മൾ എന്തായാലും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങള് മറ്റേ ഈ ബേലിൻഡാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമാണ്. കാരണം ഇന്നലെ കേട്ട വാർത്തകൾ വെച്ചിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് ഇന്നലെ വന്നുകൊണ്ടിരുന്നത്. ഇന്നലെ ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ബാർ കൗൺസിൽ അത്തരം ഒരു നടപടിയിലേക്ക് പോയി എന്ന് കേട്ടതും സന്തോഷം. കാരണം ഇന്നലെ ഒന്നും വാർത്തകളില് ഈ ബാർ കൗൺസിൽ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതായിട്ടൊന്നും യാതൊരുവിധ. ബാർ അസോസിയേഷനാണ് ഇന്നലെ നടപടിയെടുത്തത് ശ്രീമതി ES വിജിമോൾ. ബാർ കൗൺസിൽ ഇന്നാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതിൽ അഡ്വക്കേറ്റ് അനിതാജി വ്യക്തത വരുത്തിയിരുന്നു. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇതൊക്കെ ഒരു പുതിയ കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇന്നലെ നടപടി എടുത്താൽ നമ്മുടെ ആരുടെ മുമ്പിൽ ഇല്ല അങ്ങനെ ഒരു വിഷയം. ഈ കുട്ടിക്ക് ഇത്ര വലിയൊരു ദുരനുഭവം ഉണ്ടായിട്ട് ബ്ലോക്കായി ഇവരിങ്ങനെ ഇയാളെ സംരക്ഷിക്കാൻ നിൽക്കുന്നു എന്നുള്ളൊരു ഫീലാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന്. ഇങ്ങനൊരു നടപടി ഉണ്ടായി എന്നുള്ളതൊന്നും ഇന്ന് രാവിലെ വരെ നമ്മുടെ മുമ്പിലില്ല. വളരെ എന്താ പറയാ, അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ട് വളരെ വൈകി പൊതുസമൂഹം അറിയുന്നു എന്ന് പറയുന്നതിനോട് നമുക്ക് എന്തായാലും ഞാൻ അനിത പറഞ്ഞതിനെ നമ്മൾ 100% അംഗീകരിക്കുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, മേലിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ, മിസ്ബിഹേവിയർ ഉണ്ടായാൽ അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ ഒരു മാതൃകാപരമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നതിന് ഈ ബേലിൻഡാസ് ഒരു തുടക്കമാകട്ടെ. ആളുകൾക്ക് പറയാൻ ഭയമുണ്ട്. ഇതിന്റെ ഒരു സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കേണ്ട ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയൊന്നും അവിടെ റെഗുലറായി എന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുവന്നില്ല. ഇപ്പൊ അനിതയൊക്കെ പോലെയുള്ള ആളുകൾ ഇടപെട്ടാൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പറയാൻ, അവർക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ള ഒരു വേദി അവിടെ ഓപ്പൺ ചെയ്യാൻ, എന്റെ പ്രവർത്തനങ്ങൾ നന്നായി കൊണ്ടുപോകാനൊക്കെ കഴിയും എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റു തർക്കത്തിലേക്കൊന്നും വരുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട്
ഈ പെൺകുട്ടിക്കുണ്ട് എന്നുള്ളതിനെ ആശ്വാസകരമായി കാണുകയാണ്. മാതൃകാപരമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇതിനൊരു തുടർ പ്രവർത്തനം ഉണ്ടാകണം. ഇത് അവസാനിച്ചു പോകുന്ന ഒരു നടപടി ആകരുത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നന്ദി ശ്രീമതി എസ് ബിജിമോൾ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചത്. ഇപ്പോൾ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ടി ബി മിനി, നമ്മൾ ഈ വിഷയം സംസാരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ അഭിഭാഷക കൂട്ടായ്മകൾ സ്വീകരിച്ച നടപടികൾ, പോലീസ് അന്വേഷണം എങ്ങനെ പോകുന്നു എന്നതൊക്കെ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. താങ്കൾ എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത് അഡ്വക്കേറ്റ് ടി ബി മിനി? അല്ല, ഇതിൽ ആർക്കെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല. അതായത് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ തെറ്റാണ്. അയാളെ അടിയന്തരമായി അയാളെ അറസ്റ്റ് ചെയ്യണം, എവിടെ പോയി വിളിച്ചാലും അയാളെ അറസ്റ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, കേരളത്തിലെ അഭിഭാഷകർ, ജൂനിയർ അഭിഭാഷകർ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്കാണ് ഈ വിഷയങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതായത് ഇത്രയധികം പഠിച്ച് ഒരു ജോലി കിട്ടാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അഭിഭാഷകരുടെ ഫേമിൽ അവർ ജോലി ചെയ്യുന്ന സമയത്ത് ആ അഭിഭാഷകർക്ക് പരിപൂർണമായും സീനിയർ അഭിഭാഷകർക്ക് കീഴ്പ്പെടേണ്ട ഒരവസ്ഥ കേരളത്തിലെ എല്ലാ ജൂനിയർ അഭിഭാഷകർക്ക് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തിരുവനന്തപുരവുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 2 കേസ് വനിതാ അഭിഭാഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ വരെ വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ബിജിമോൾ പറഞ്ഞൊരു ആക്ട് ഇല്ലേ, പോഷ് ആക്ട്. ആ പോഷ് ആക്ട് എല്ലാ സ്ഥലത്തും സിനിമയിലൊക്കെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള പലരും നമ്മൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ട് സിനിമാ മേഖലയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ വക്കീലന്മാരുടെ ഓഫീസുകളിലും തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കപ്പെടേണ്ട ഒരു ആക്റ്റാണ്. അവിടെ ഈ എന്തുകൊണ്ട് വനിതാ അഭിഭാഷകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ബാർ കൗൺസിൽ എന്ത് ചെയ്യുന്നു അഭിഭാഷകർക്ക് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ പറഞ്ഞ വട്ടപൂജ്യമാണ്. 5000 രൂപ ജൂനിയേഴ്സിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് അത് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ വെൽഫെയർ ഫണ്ടിൻ്റെ അടക്കം പൈസ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്റ്റാമ്പുകളുടെ എല്ലാത്തിൻ്റെയും പൈസ കൂട്ടി ഈ പൈസ മുഴുവൻ എത്തുന്നത് അഭിഭാഷകരുടെ ക്ഷേമത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം ഇതിൽ എത്ര പുതിയ ആളുകൾ എൻറോൾ ചെയ്യണം, ഈ എൻറോൾ ചെയ്യുന്ന ആളുകൾ എവിടെ എത്തുന്നു? മാത്രമല്ല റിട്ടയർ ചെയ്ത ആളുകൾക്ക്, ഏതൊരു ജോലിയിൽപ്പെട്ട ആളുകൾക്ക്, ഇനി വക്കീലന്മാരായാലും ജഡ്ജിമാരായാലും മജിസ്ട്രേറ്റുമാരാണെങ്കിലും റിട്ടയർ ചെയ്താൽ അവർക്ക് ഈ പ്രൊഫഷനിലേക്ക് വരാം. ജൂനിയർ അഭിഭാഷകരെ സംബന്ധിച്ച് ഒരു 5000 രൂപ മാസം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ജോലി ഇവിടെ സംവിധാനത്തിന് ഒരു ഉറപ്പും ഇവിടെ ഇല്ല എന്ന് പറയുന്ന സത്യത്തിൽ നിന്നാണ് ഈ വിഷയങ്ങൾ. ഇപ്പോൾ ബിജിമോളെ സംബന്ധിച്ചും പി രാജീവിനെ സംബന്ധിച്ചും ഇവർ 2 പേരും സർക്കാരിൻ്റെ പ്രതിനിധികളാണ്. നിയമമന്ത്രിയാണ് രാജീവ് സഖാവ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ നേരിടുന്ന ഗവൺമെന്റ് പ്ലീഡേഴ്സിന് കാശ് കൂട്ടിക്കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അഭിഭാഷകർ, ജൂനിയർ അഭിഭാഷകർ എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ അഭിഭാഷകർ എന്ന് പറയുന്ന വിഭാഗം ഒരു നേരത്തിന് ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരായി കേരളത്തിൽ മാറുകയാണ്. ഒരു പ്രൊഫഷനാണ്. അപ്പൊ അവിടെ എന്താണ് ഇതിൽ തിരുത്തൽ വരുത്തേണ്ടത്? എവിടെയാണ് റെഗുലേഷൻ കൊണ്ടുവരേണ്ടത്? ആരാണ് റെഗുലേഷൻ കൊണ്ടുവരേണ്ടത്? ഈ ഒരു സീനിയർ അഭിഭാഷകൻ ഒരു ജൂനിയറിനെ തല്ലാൻ എവിടെയാണ് പ്രൊവിഷൻ ഉള്ളത്? അങ്ങനെയുള്ള ആളുകളെ അഭിഭാഷക അസോസിയേഷനുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണോ വേണ്ടത്? അഭിഭാഷക അസോസിയേഷൻ എന്ന് പറഞ്ഞ സീനിയേഴ്സിന്റെ മാത്രമല്ല, ജൂനിയേഴ്സിന്റെ മാത്രമല്ല. ഈ സീനിയർ അഭിഭാഷകൻ അദ്ദേഹം ജോലിയുണ്ട്, എയർഫോഴ്സിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യണത്. ഇത്തരം കൃത്യങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിനപ്പുറമുള്ള മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം. അതാണ് ഈ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ ഭരിക്കുകയാണ്. അഭിഭാഷകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇടതുപക്ഷത്ത്, എനിക്ക് എല്ലാ സുഹൃത്തുക്കളും ഇടതുപക്ഷത്തുള്ളവരാണ്, അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അഭിഭാഷകർ നേരിടുന്ന നീറുന്ന പ്രശ്നം, ഒരു നേരത്തിൻ്റെ ആഹാരത്തിന് വകയില്ലാത്തവരായി കേരളത്തിലെ ജൂനിയർ അഭിഭാഷകർ മാറുമ്പോഴാണ് ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് നിന്ന് എങ്ങനെയെങ്കിലും ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് അവർക്ക് വരുന്നത്. ഇതൊരു മാന്യമായ ഒരു പ്രൊഫഷനാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്ന് കരുതിയാണ് വക്കീലന്മാരാവുന്നത്. അവർക്ക് ഏറ്റവും നന്നായി പഠിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് വരുന്നത്. കേരളത്തിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാനുള്ള ഒരു സർവേ എങ്കിലും സർക്കാർ അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ വന്നാൽ
തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ അയാൾക്ക് സമ്മതിക്കാൻ പാടില്ല. ഇത് ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണോ എന്ന് പറയുന്ന ഒരു വിഷയം ഇതിൽ വരും. എന്താണ് FIR ഇട്ടിരിക്കുന്നത്, ഏതൊക്കെ സെക്ഷൻ വെച്ചിട്ടാണെന്ന് ഇപ്പം എനിക്കറിയില്ല, എൻ്റെ അടുത്ത് അതറിയാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിവേ അടിച്ചു എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് മജിസ്ട്രേറ്റിന് ബെയിൽ കൊടുക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനുശേഷം എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ കാര്യമെന്ന് അന്വേഷിച്ച് ഈ ജൂനിയർ അഭിഭാഷകരുടെ വിഷയത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ശരി, വ്യക്തമാണ്. താങ്കൾ ദയവായി തുടരുക. ഒപ്പം മറ്റതിഥികളും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇടവേള. വീണ്ടും ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്കാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം നമ്മോടൊപ്പം തുടരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഇത് ഈ മർദ്ദന സംഭവം അത് ആ രംഗത്തെ ഒരു പൊതുപ്രവണതയൊന്നുമല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഒരുപക്ഷെ ആർക്കുമില്ലായിരിക്കും. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി എന്ത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഉയരേണ്ട ഒരു പൊതുജാഗ്രതയുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് TB മിനി ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ടതുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത്തരമൊരു മാറ്റങ്ങൾ ഈ സംഭവത്തിന് ശേഷം ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, എനിക്ക് അങ്ങനെ ഒരു കരുതലോ ഒരു പ്രതീക്ഷയോ ഇല്ല. ഞാൻ ഈ ചർച്ചയുടെ ആരംഭത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അഭിഭാഷകർ ഉൾപ്പെടുന്ന മ്ലേച്ഛമായ എത്രയോ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്? ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. വക്കീലന്മാർക്കെതിരെയുള്ള ഏറ്റവും വലിയ മിസ്കോണ്ടക്ട് എന്താണ്? കക്ഷികൾക്ക് കിട്ടുന്നതിനുള്ള പണം അവർക്ക് നൽകാതെ അപഹരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കോമ്പൻസേഷൻ കേസുകളിലൊക്കെ ആർക്കെതിരെ എന്ത് നടപടി ഈ ബാർ കൗൺസിൽ എടുക്കുന്നുണ്ട്? അതുകൊണ്ട് അവരിൽ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു നിയമമുണ്ടല്ലോ. ഒരു സ്ത്രീക്ക് ഒരു സംരക്ഷണം നൽകുന്ന തൊഴിലിടത്തിലായാലും പുറത്തായാലും നിയമമുണ്ട്, പ്രൊസീജിയറുണ്ട്. ഞാനിപ്പോൾ ബെയിലിൻദാസിനെ കൈയോടെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അയാളും നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് അവകാശിയാണ്. പക്ഷെ ആ നിയമം നിർദ്ദേശിക്കുന്ന പ്രൊസീജിയറിലൂടെ അയാൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതിനാരും തടസ്സം നൽകാൻ പാടില്ല. തടസ്സം ഉണ്ടാവില്ല എന്ന് നിയമമന്ത്രി പറഞ്ഞിരിക്കുന്നു. കേസ് ചാർജ് ചെയ്തതായി അറിയുന്നുണ്ട്. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ, വളരെ വേദനയോടെ ചൂണ്ടിക്കാണിക്കാൻ, കാരണം ഞാൻ കൂടി ഉൾപ്പെട്ട പ്രൊഫഷനാണിത്. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കും ഏറെക്കുറെയൊക്കെ അറിയാം. സിനിമാ രംഗത്ത് ഒരു ഹേമ കമ്മിറ്റി പ്രവർത്തിച്ചതുപോലെ അഭിഭാഷക രംഗത്ത് കോടതികളുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി നിയോഗിക്കുകയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരും. ഇതൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? നിയമം അറിയാവുന്ന, നിയമം കൈകാര്യം ചെയ്യുന്ന വനിതാ അഭിഭാഷകർ തന്നെ ഇത്തരത്തിൽ സ്വന്തം ഓഫീസിൽ ക്രൂരമായ പീഡനത്തിന് വിധേയമാകുമ്പോൾ എവിടെയാണ് ഇതിനൊരു സമാധാനം പറയാൻ കഴിയുക? എവിടെയാണ് ഇതിന് പ്രത്യാശയുള്ളത്? എവിടെയാണ് പരിരക്ഷയുള്ളത്? അവിടെയാണ് ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ ആരൊക്കെയാണ് ഒരു കടലാസുമായി വന്ന് ഈ ബാർ കൗൺസിൽ മുമ്പാകെ എൻറോൾ ചെയ്ത് വക്കീലായി വരുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പറഞ്ഞ ഈ ബെയിലിൻ ദാസ് തന്നെ എവിടെയോ നാവികസേനയിൽ നിന്ന് അല്ല എയർഫോഴ്സിൽ നിന്ന് വന്നതാണെന്ന് മിനി പറയുന്നത് കേട്ടു. അപ്പോൾ ഇവിടെ നിന്നൊക്കെയോ വരുന്നു. ഇവരൊക്കെ വാസ്തവത്തിൽ അവർക്കൊരു ശരിയായ നിയമ പരിചയവും പരിജ്ഞാനവും ആ പ്രൊഫഷനോടുള്ള ഒരു ആദരം, ബഹുമാനം, എങ്ങനെയാണ് ആ പ്രൊഫഷൻ്റെ കോണ്ടക്റ്റ് അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സന്നദ്ധത, അതൊന്നും ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെ പലതും അവർക്ക് തോന്നും. എന്താണ് ഈ വക്കീലിൻ്റെ പ്രകോപനം എന്ന് നമുക്കറിയില്ല. ഇതുവരെ വാർത്തകൾ ഞാൻ കണ്ടില്ല. ഏത് പ്രകോപനമാണെങ്കിലും, എന്ത് പ്രകോപനമാണെങ്കിലും തരിമ്പും ന്യായീകരിക്കാവുന്ന പ്രവൃത്തിയല്ല ആ വക്കീലിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം. അയാളെ സഹായിക്കാൻ ആരും തയ്യാറായി വരരുത്. ഇപ്പോൾ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ഒരു ശിക്ഷയല്ലേ? ഒരു വക്കീലിനോട് 6 മാസം കോടതിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതും ഒരു ശിക്ഷയാണ്. പക്ഷെ നിയമം അനുശാസിക്കുന്നത് എന്തെല്ലാമാണോ ആ രീതിയിലുള്ള നടപടികൾ ഈ ബെയിലിൻ ദാസിനെതിരെ ഉണ്ടാകണം. ശരി, ഡോക്ടർ ഷാഹിദ കമാൽ, ഇപ്പോൾ ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്ന അഭിപ്രായ പ്രകടനം എന്നതിനപ്പുറം ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം ഡോക്ടർ ഷാഹിദ കമാൽ? ഇവിടെ നമ്മൾ 2 അഡ്വക്കേറ്റ്സ്മാരുടെ അഭിപ്രായങ്ങൾ കേട്ട്, അതും 2 വനിതാ അഡ്വക്കേറ്റ്മാരുടെ. ഒന്ന് അഡ്വക്കേറ്റ് അനിത തീർച്ചയായിട്ടും ഒരു ബാർ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരിയായി ഒരു വനിതാ അഡ്വക്കേറ്റ് എന്ന നിലയിലാണ് ഇന്നലെ ഉപദ്രവത്തിനിരയായിട്ടുള്ള അഡ്വക്കേറ്റിന് അനുകൂലമായിട്ട് സംസാരിച്ചത്. എനിക്ക് അഡ്വക്കേറ്റ് അനിതയോട് ഞാൻ ഈ പറഞ്ഞ ബാർ അസോസിയേഷൻ ഇന്നലെ നടപടിയെടുത്ത കാര്യം വാർത്തകളിലൊന്നും പുറത്ത് വരാത്തത് കൊണ്ടാണ് എനിക്ക് അക്കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടി വന്നത്. അല്ല, അത് ഇന്നലെ തന്നെ വന്നതാണ് ഡോക്ടർ ഷാഹിദ കമാൽ, ഇന്നലെ തന്നെ അത് വാർത്തയായതാണ്.
എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, പക്ഷെ ബാർ കൗൺസിലിന്റെതാണ് നമുക്ക് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് എനിക്ക് പറയാനുള്ളത്, ഈ കേസിന്റെ അങ്ങേയറ്റം ഇതിന് ഒരു അന്തിമ വിധി ഉണ്ടാകുന്നത് വരെ ഈ വനിതാ അഡ്വക്കേറ്റിനോടൊപ്പം ബാർ അസോസിയേഷന്റെ ഭാരവാഹിയായിട്ട് അല്ലെങ്കിലും വ്യക്തിപരമായിട്ടെങ്കിലും അഡ്വക്കേറ്റ് അനിത കൂടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഒരു വനിത എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ എനിക്ക് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അനിതയോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും. കാരണം അനിതയുടെ വാക്കുകൾ ഞാൻ വിശ്വാസത്തിൽ എടുക്കുകയാണ്, അങ്ങനെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. 2, അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകൾ ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകൾ 100% ശരിയാണ്. കാരണം കമ്മീഷനിൽ ഇരുന്നപ്പോൾ ജൂനിയർ അഡ്വക്കേറ്റുമാരായ വനിതാ അഡ്വക്കേറ്റുമാർ നൽകിയ പരാതിയിൽ ഇടപെട്ടിട്ടുള്ള ഒരു കമ്മീഷൻ അംഗം എന്ന നിലയിൽ അഡ്വക്കേറ്റ് മിനി പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ടതുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് അനിത സൂചിപ്പിച്ചു, മുമ്പൊരിക്കൽ പോലും ഈ പറയുന്ന പിന്നെ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ മുൻപ് ഈ ബെയിലിനോട് ജോലി ചെയ്തിരുന്ന അഡ്വക്കേറ്റുമാരോ പരാതി തന്നിരുന്നില്ല എന്നാണ്. ഇവിടെ അവിടെ ICC ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടോ എനിക്കറിയില്ല. പോഷ് ആക്ട് നിലവിലുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പൊ പോഷ് ആക്ട് പ്രകാരം ഇതിനകത്ത് കേസെടുക്കേണ്ടതുണ്ട്. അപ്പം ഈ ICC അവിടെ ഉണ്ടോ, അത് കൂടുന്നുണ്ടോ, അതിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? ഇനി ഇപ്പൊ ഈ പറഞ്ഞ പരാതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഒന്ന് സംസാരിച്ചപ്പോൾ പോലും ഇതുപോലെ മുഖം അടിച്ച് പൊട്ടിക്കുന്ന പരസ്യമായിട്ട് ഇപ്പൊ മറ്റ് പിന്നെ ഓഫീസിലുള്ള അഡ്വക്കേറ്റ്മാർ ആരും ഇടപെട്ടില്ലെന്നല്ല അവര് പറഞ്ഞത്. അവരുടെ ഓഫീസിലുള്ള അഡ്വക്കേറ്റ്മാർ പോലും നോക്കി നിൽക്കുകയാണ്, പിടിച്ചു മാറ്റിയില്ല, അല്ലാതെ സപ്പോർട്ട് ചെയ്തെന്നല്ല ആ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ ബാർ അസോസിയേഷനിൽ ഒരു പരാതി നൽകിയാൽ ആ പരാതിയിന്മേൽ ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുമോ എന്നുള്ള ഭയവും ആശങ്കയും ഇതുപോലെയുള്ള സീനിയർ അഡ്വക്കേറ്റുമാർക്കെതിരെ പരാതി കൊടുക്കാൻ അവർ തയ്യാറാവത്തില്ല. പരാതി പറഞ്ഞപ്പോൾ മുഖമടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ പിന്നെ പരാതി കൊടുത്താൽ ആ സ്ത്രീക്ക് അവിടെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന ഉൾഭയം ഉള്ളത് കൊണ്ടാണ് പല ജൂനിയർ വക്കീലന്മാരും അവിടെ പിന്നെ പരാതി കൊടുക്കാൻ മടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വതന്ത്രമായ ഒരു സമഗ്ര അന്വേഷണം ഉണ്ടാകേണ്ടത്. 1. 2, തീർച്ചയായിട്ടും സിനിമാ മേഖല ശുദ്ധീകരിച്ചതുപോലെ ഈ പറയപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ മേഖലയെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ജൂനിയർ അഡ്വക്കേറ്റുമാരായിട്ടുള്ള വനിതകൾ പലതരത്തിലുള്ള ലൈംഗിക, ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്ന് അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകളിൽ വളരെ കൃത്യമായി അവർക്ക് ുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ കൃത്യമായി അവർ സത്യസന്ധമായി ഒരു അന്വേഷണം നടത്തി അത് വളരെ സമൂഹത്തിൽ ഈ ഇപ്പോൾ സിനിമാ മേഖലയിൽ നമ്മൾ ഉടച്ചു വാർത്തത് പോലെ തന്നെ ഒരു ഉടച്ചു വാർക്കൽ ഇവിടെ ശരി, അത്തരമൊരു ഇടപെടൽ വേണം എന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. വ്യക്തവുമാണ്. അഡ്വക്കേറ്റ് അനിതാജിയിലേക്കും അഡ്വക്കേറ്റ് TV മിനിയിലേക്കും ഞാൻ എത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് തിരികെ. അഡ്വക്കേറ്റ് അനിതാജി, ഇപ്പോൾ ഉയർന്ന അഭിപ്രായ പ്രകടനങ്ങൾ അത് പല രീതിയിലുണ്ടല്ലോ. ആ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ അസോസിയേഷന്റെ ഭാഗമായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രവർത്തനശൈലിയിൽ മാറ്റങ്ങൾ വരണമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, കാരണം ഞാൻ ഈ വർഷത്തെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹിയാണ്. ഇതിനു മുമ്പും നമ്മുടെ ബാർ അസോസിയേഷൻ പല കമ്മിറ്റികളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ബാർ അസോസിയേഷനിൽ നടന്നിട്ടില്ല. രണ്ടാമത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ബാർ അസോസിയേഷന്റെ ജോലി എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പരാതിയിലും അന്വേഷണം നടത്താതിരിക്കുകയോ അതിന് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാതിരിക്കുകയോ നമ്മൾ ചെയ്തിട്ടില്ല. ഇനി ഞങ്ങളുടെ ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ എന്ന് പറയുന്നത് അവിടെ സ്ത്രീയും പുരുഷനുമല്ല, ഞങ്ങൾ എല്ലാവരും അവിടെ അഭിഭാഷകരാണ്. നമുക്ക് ആർക്കും ഒരു സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ളൊരു വിവേചനത്തോടെ അല്ല അവിടെ ആരും അന്യോന്യം കാണുന്നത്. ഇപ്പം സ്ത്രീകൾക്ക് ജൂനിയേഴ്സ് ആയാലും അല്ലെങ്കിൽ സീനിയേഴ്സിന്റെ ഭാഗത്തുനിന്ന് പഠിക്കുന്ന കാര്യത്തിനായാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും എപ്പോഴും അവർക്കൊരു സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ബാർ അസോസിയേഷൻ നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പോഴും പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഈ കുട്ടിയുടെ ഭാഗത്ത് പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് എന്തെങ്കിലും പരാതി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു പ്രശ്നം ഇതിനുണ്ടാവത്തില്ലായിരുന്നു. ഞങ്ങളത് തീർച്ചയായിട്ടും ഇടപെടുന്നതായിരിക്കും. ഷാഹിദ മാഡത്തിനോട് ഞാനൊരു ഉറപ്പ് തരികയാണ്, ഞാൻ ഈ പറയുന്ന അഭിഭാഷകയായിട്ടും അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും ഈ പറയുന്ന പെൺകുട്ടിയോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. അതെന്റെ ഉറപ്പാണ്. കാരണം അത്രയധികം മോശമായ ഒരു കാര്യമാണ് ഒരു സ്ത്രീക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യം മാത്രമാണുള്ളത്. അതിനു പകരം ആർക്കും ആരെയും കൈകാര്യം ചെയ്യാനൊരു ലൈസൻസ് ആർക്കും ഇല്ല. അതിൽ ഞാൻ ശക്തമായിട്ട് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് വ്യക്തവുമാണ് അഡ്വക്കേറ്റ് അനിതാജി. അഡ്വക്കേറ്റ് TV മിനിയും ഒരു പൊതുജാഗ്രത ഈ സംഭവത്തിന് ശേഷം അതെങ്ങനെ ഉണ്ടാകണം അഡ്വക്കേറ്റ് TV മിനി? അതായത് ഇപ്പോൾ ബാർ അസോസിയേഷനിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് അനിത
പറയുന്ന കാര്യങ്ങളോട് ഞാൻ എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് അനിതയുടെ അസോസിയേഷനിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു സപ്പോർട്ട് യഥാർത്ഥത്തിൽ കൊടുത്തത് ഈ സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള അവസരം ഉണ്ടായത് അതുകൊണ്ടാണ്. ഈ പെൺകുട്ടിയെ കേൾക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമം നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ അനിത പറയേണ്ട കാര്യം, നിങ്ങളുടെ തിരുവനന്തപുരത്തെ ഈ വഞ്ചിയൂർ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള IC സംവിധാനം, അതായത് പോഷ് ആക്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട IC സംവിധാനമുണ്ടോ? ഇപ്പം ഞങ്ങളെല്ലാവരും ഞാനൊരു 30 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. ഞങ്ങളെല്ലാവരും എല്ലാ അസോസിയേഷനിലും ഞങ്ങൾക്ക് ആൺ പെൺ വിവേചനമൊന്നും ഇല്ലാതെയാണ് ഞങ്ങളെല്ലാവരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വക്കീലന്മാരെന്ന രീതിയിലാണ് നടക്കുന്നത്. പക്ഷേ അവിടെ വക്കീൽ ഓഫീസുകളിലുള്ള വനിതാ ജൂനിയേഴ്സ് ആയിട്ടുള്ള വനിതാ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വിധേയമാകുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാൻ അവിടെ ഒരു റെമഡി ഉണ്ടോ? ശരി, അതിനൊരു ഉത്തരം തേടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അഡ്വക്കേറ്റ് ടി വി മിനി, സമയക്കുറവ് കൊണ്ട് കൂടിയാണ്. അഡ്വക്കേറ്റ് അനിതാജി, അത്തരമൊരു സംവിധാനമുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പോഷ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു WCC പിന്നെ ICC പോലത്തെ ഒരു കമ്മിറ്റി നമുക്കവിടെ ഇല്ല. പക്ഷേ ബാർ അസോസിയേഷന്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംഗങ്ങളുടെ വെൽഫെയർ തന്നെയാണ്. ഈ പറയുന്ന എന്ത് തരം പരാതിയാലും, ഇപ്പം എന്നെ കൂടാതെ വേറെയും ഒരു വനിതാ മെമ്പർ ഉണ്ട്, കൂടാതെ പ്രസിഡന്റ്, സെക്രട്ടറി, ബാക്കി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മളോട് വന്ന് സംസാരിക്കാനുള്ളൊരു വേദി അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. ഇതുവരെ അങ്ങനെ അതിനെക്കുറിച്ചൊരു പരാതി എങ്ങും നിന്നും ഉയർന്നിട്ടുമില്ല. ബാർ അസോസിയേഷൻ അംഗങ്ങളുടെ ഇടയിൽ നിന്നും അവർക്കൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടോ എന്ന ഒരു പരാതി അവിടെ ആർക്കും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ശരി, അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പോഴും അഡ്വക്കേറ്റ് ശ്യാമലിക്കൊപ്പം എന്നുള്ള പിന്തുണ അത് നേരത്തെ ആവർത്തിച്ചതാണ്. അതേ തീരുമാനത്തിലേക്ക് തന്നെ ഇപ്പോൾ ബാർ അസോസിയേഷൻ വീണ്ടും അവരുടെ അഭിപ്രായം വ്യക്തമാക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒപ്പം ഡോക്ടർ ഷാഹിദ കമാൽ, അഡ്വക്കേറ്റ് അനിതാജി, അഡ്വക്കേറ്റ് TB മിനി, നന്ദി. ന്യൂസ് ഈവനിംഗ് പൂർത്തിയാവുകയാണ്. ഇനി ഹോട്ട് ന്യൂസ്. S വിജയകുമാറും സ്വരാജറിയും ചേരും. നമസ്കാരം.